മാസത്തിൽ 1-2 തവണ ഞാൻ പെഡിക്യൂർ ചെയ്യാനായിട്ട് ഹൈ സ്ട്രീറ്റിൽ പോകും കേട്ടോ. ഹൈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷോപ്പുകളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഗ്രെഗ്സിൽ പോയി അവിടെ സ്റ്റേക്ക് ബേക്കും മൊസറല്ല ബൈറ്റ്സും അപ്പോൾ ലാറ്റയും കഴിച്ച് നേരെ US നെയിൽസിലേക്ക് വിട്ടുപിടിച്ചു. അവിടെയാണ് ഞാൻ പെഡിക്യൂർ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത് കേട്ടോ. ആ വെയിറ്റിംഗ് ചെയ്ത നേരം കൊണ്ട് നമുക്ക് കളർ ചൂസ് ചെയ്യാം. കളറുകൾ അവർ ചൂസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഞാൻ ചൂസ് ചെയ്തിട്ടോ. അങ്ങനെ ഞാൻ വെയിറ്റിങ്ങിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ നന്നായി കിടന്ന് വിറയ്ക്കുന്നതല്ല ഗൈസ്, ഞാനത് മസാജിങ് ചെയറിലാണ് കേട്ടോ ഇരിക്കുന്നത്. മസാജ് ചെയർ ത്രൂ ഔട്ട് ദ പ്രൊസീജിയർ നമ്മുടെ മസാജ് ചെയറിലാണ് ഇരിക്കുന്നത്. നന്നായി മസാജ് ചെയ്ത് കിട്ടും. ബോഡി നല്ല റിലാക്സ്ഡ് ആണ് കേട്ടോ. റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. അങ്ങനെ നമ്മുടെ കാലൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം അവർ നന്നായി സ്ക്രബ് ചെയ്ത് തരും. ഒരുപാട് സ്കിന്നൊക്കെ പോയിട്ടോ. അത് കഴിഞ്ഞ് നെയിലൊക്കെ ഷോർട്ടായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷോർട്ടായി കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവർ നന്നായി മസാജ് ചെയ്ത് തരുമില്ലേക്ക്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊസീജിയറിൻ്റെ ഭാഗം കേട്ടോ. അത് കഴിഞ്ഞ് നേരെ അവർ നെയിൽ പോളിഷൊക്കെ ഇട്ട് നെയിലൊക്കെ ഇതേപോലെ നെയിൽ പോളിഷ് ഇട്ട് നന്നായി ഡ്രൈ ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്കാണ് കേട്ടോ. നന്നായിട്ടില്ല, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അതിന് നേരെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ അവിടെ ഞാൻ ഐബ്രോ ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് വരുന്ന സ്ഥലമാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഫ്രണ്ട് ഇടയ്ക്ക് ചെയ്തു തരാറുണ്ട്. അവൾ ബിസിയുള്ള ദിവസങ്ങളൊക്കെ വല്ലപ്പോഴും ഇതുപോലെ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങനെ അവിടെ ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഐബ്രോ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ മോളും കൂടി ഇട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് കയറി. അവിടെ അവൾക്ക് പ്രത്യേകിച്ച് അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവൾ പർച്ചേസ് ചെയ്യാനായിട്ട് കയറി. അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പർച്ചേസ് ചെയ്തതിന് ശേഷം അപ്പോഴേക്കും ഉച്ചയാവാറായി. അങ്ങനെ ഞങ്ങൾക്ക് വിശന്നിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളിങ്ങനെ അടുത്തുള്ളൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പൊറോട്ടയും ബീഫും ഒരു ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ നേരെ പെട്രോൾ പമ്പിലേക്ക് വിട്ടു. പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് ഞങ്ങൾ അന്നത്തെ ദിവസം കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.